നമസ്കാരം, എല്ലാവർക്കും അർജുൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് പറയാൻ പോകുന്ന കുറച്ച് ടിപ്സുകളെ കുറിച്ചാണ്. നമ്മുടെയൊക്കെ കറികളിലൊക്കെ എരിവൊക്കെ സാധാരണ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഉള്ളി അരിയുമ്പോഴും ചേമ്പ് അരിയുമ്പോഴുമൊക്കെ കൈകളിൽ ചൊറിച്ചിലും അതുപോലെ കണ്ണുനീറ്റലൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ചേനയും അതുപോലെ ചേമ്പ് എന്നിവ അരിയുമ്പോൾ കൈയൊക്കെ ചൊറിഞ്ഞാൽ കൈ കഴുകി തുടച്ചതിന് ശേഷം അല്പം ഭസ്മം പുരട്ടുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചേമ്പിൻ്റെ ചൊറിച്ചിൽ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പാകം ചെയ്യുമ്പോൾ ഒരു നുള്ള് സോഡാപ്പൊടി കൂടി അതിലോട്ടൊന്ന് ചേർത്താൽ മതി. ചേമ്പിൻ്റെ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മുളക് അരിയുമ്പോൾ കൈ പുകഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കൈ കഴുകി തുടച്ച ശേഷം അല്പം വെളിച്ചെണ്ണ പുരട്ടുകയാണെങ്കിൽ ഈ കൈയുടെ നീറ്റലൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ കറികൾക്കൊക്കെ എരിവ് കൂടിപ്പോയാൽ നമുക്ക് കറികളിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്താൽ മതിയാകും. ഇനി കറിയിലോ സൂപ്പിലൊക്കെ ഉപ്പ് അധികമായാൽ 3-4 കഷ്ണം ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അത് നീക്കം ചെയ്യണമെങ്കിൽ ഉപ്പിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. കറികളിൽ 2-3 കഷ്ണം വാഴത്തട ഇട്ടിരുന്നാൽ കറികളിലെ ഉപ്പ് ഈ വാഴത്തട വലിച്ചെടുത്തുകൊള്ളും. അങ്ങനെ കറികളുടെ ഉപ്പൊക്കെ കുറയുന്നതാണ്. ഇനി 3-4 കഷ്ണം കരിക്കട്ടകൾ കഴുകി കറിയിലിട്ട് 10 മിനിറ്റിന് ശേഷം നീക്കം ചെയ്യുകയാണെങ്കിലും കറികളിലുള്ള ഉപ്പിൻ്റെ ഇതൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ ശീമച്ചെമ്പിൻ്റെ തണ്ട് 3-4 കഷ്ണം മുറിച്ച് കറികളിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് നീക്കം ചെയ്യുകയാണെങ്കിൽ കറികളിലുള്ള ഉപ്പ് കുറഞ്ഞു കിട്ടുന്നതാണ്. ഇനി തേങ്ങാ ചട്നിയിൽ ഉപ്പ് അധികമായാൽ നമ്മൾ അല്പം തൈരോ അതുപോലെ തക്കാളി നീരൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിയലിലും ഉപ്പ് അധികമായാൽ അതിൽ കുറച്ച് തൈര് ചേർത്താൽ ഈ അവിയലിൽ കൂടി നിൽക്കുന്ന ഉപ്പ് മാറിക്കിട്ടുന്നതാണ്. കറികളിലൊക്കെ മഞ്ഞൾ അധികമായാൽ ഒരു നേർത്ത വെള്ളത്തുണി കറികളുടെ മുകളിൽ ഇട്ട് വയ്ക്കുക. മഞ്ഞൾ തുണി അങ്ങ് വലിച്ചെടുത്തുകൊള്ളും. അങ്ങനെ കറികളിലുള്ള മഞ്ഞളിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഉള്ളി അരിയുമ്പോൾ സാധാരണഗതിയിൽ കണ്ണിൽ നിന്നും വെള്ളമൊക്കെ വരാറുണ്ട്. ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഉള്ളി അരിയുന്നതിന് മുമ്പ് വെള്ളത്തിൽ താഴ്ത്തി ഒന്ന് വച്ചിരുന്നാൽ മതിയാകും. അതുപോലെ ഉള്ളിയുടെ ഗന്ധം അകറ്റുവാൻ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ ഉള്ളിയുടെ ഗന്ധമൊക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ പലർക്കും അറിയാവുന്ന ടിപ്സുകളാണെങ്കിലും ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സാണെങ്കിൽ ദയവായി ഇത് മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.